ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സീറോ മലബാർ സഭയില് എറണാകുളത്ത് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത് മറ്റാരുടെയോ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളിൻ്റെ പുറമെ കുറ്റം വെച്ച് ചാരുന്നതിനോട് യോജിക്കാനാവില്ല. കാരണം ശക്തമായ നേതൃത്വം ഇല്ലാത്തതാണ് എറണാകുളത്ത് കുർബാന നടപ്പിലാക്കുന്നതിൽ വന്ന പരാജയം. മെത്രാന്മാരുടെ ഇടയിൽ യോജിപ്പില്ല. മെത്രാന്മാരുടെ ഇടയിൽ ശക്തമായ തീരുമാനങ്ങളില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ കുർബാന പ്രശ്നം തീരാതെ വരുന്നത്. അതിന് മറ്റൊരാളുടെ പുറമെ കുറ്റം ആരോപിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് പിശാചിൻ്റെ പണിയാണ്. അത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് ഒരു മുട്ടായുക്തി എന്ന് കരുതേണ്ട കാര്യമുള്ളൂ. ശക്തമായ നേതൃത്വമുണ്ടായിരുന്നുവെങ്കിൽ കുർബാന പ്രശ്നം പണ്ടേ തീർന്നേനെ. അതിനുള്ള നടപടികളും അതിനുള്ള തീരുമാനങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, ഉണ്ടാകുന്നില്ല, ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. സഭയെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല. സഭ അത് ക്രിസ്തുവാണ്, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ സഭയെ കാത്തു സൂക്ഷിക്കാൻ വളരെ വ്യക്തമായി അറിയാം. ഇത് ഒരു ചെറിയ കുളത്തിലെ പ്രശ്നമാണ്. ഇത് കടലുമായിട്ട് ആരും താരതമ്യം ചെയ്യണ്ട. കത്തോലിക്ക സഭ കടലോളം വലുതാണ്. ഇതൊരു കുളത്തിലെ പ്രശ്നം. എന്തോ ഊതിപ്പെരിപ്പിച്ച് സഭ തകർന്നു എന്ന് ആരും കരുതണ്ട. എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. എത്രയോ ചക്രവർത്തിമാര് പിന്നോക്കം പോയിരിക്കുന്നു. എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും സഭയ്ക്ക് ഒരു പോറലുമേക്കാൻ പോകുന്നില്ല. സഭ ശക്തമായി നിലകൊള്ളും. അതുകൊണ്ട് കുർബാന പ്രശ്നം തീരണമെങ്കിൽ സഭാ സിനഡ് കൃത്യമായി തീരുമാനമെടുക്കണം, നടപടികൾ എടുക്കണം. ചിലപ്പോൾ അല്പം വേദനിച്ചെന്ന് വരും. അത് തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയുമോ കഴിയുകയില്ലയോ എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് വഴിതിരിച്ചു വിടുന്നതിനോട് യോജിക്കാനാവുന്നില്ല. മറ്റാരുടെയോ പുറത്ത് ഇതിൻ്റെ കുറ്റം വെച്ചുകെട്ടുന്നതിനോടും യോജിക്കാനാകുന്നില്ല.